നമുക്ക് ലാലിഗയുടെ പോയിൻറ്റ്സ് ടേബിളിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു പോയിൻറ്റ്സ് ടേബിളിൽ ഇപ്പം ബാർസ ഒന്നാമത്, റയൽ മാഡ്രിഡ് രണ്ടാമത്. രണ്ട് പേരും തമ്മിലുള്ള പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1. ഇത് കാണുമ്പം എന്താണേലും റയൽ മാഡ്രിഡ് ഫാൻസിന് ഉള്ളിലൊരു സന്തോഷം എന്താണേലും ഉണ്ടാകും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പർ കോപ്പ ദ എസ്പാനിയ ബാർസയോട് തോൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് കോപ്പ ഡെൽ റേ സ്പെയിനിലെ സെക്കൻഡ് ഡിവിഷൻ ടീമായിട്ടുള്ള, അതും സെക്കൻഡ് ഡിവിഷനിൽ 17ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൽബസെറ്റെ എന്ന് പറയുന്ന ടീമിനോട് പോയി തോറ്റ് കോപ്പ ഡെൽ റേന്നും പുറത്താകുന്നു, കോച്ച് പുറത്താകുന്നു, ഫാൻസ് പ്ലെയേഴ്സിനെതിരെയും പ്രസിഡൻറ്റ് പാപ്പ പെരസിനെതിരെയും ഒക്കെ തിരിയുന്നു. അങ്ങനെ ആകെപ്പാടെ ഒരു റയൽ മാഡ്രിഡ് ഉള്ളിൽ ആകെ ഒരു എന്നാ പറയുന്നത്, ആകെ പുകമയമാണ്, പ്രശ്നങ്ങളുടെ ഒരു പുകമയമാണ് റയൽ മാഡ്രിഡിൻ്റെ ഉള്ളിൽ. അത് ശരിക്കും ഫാൻസിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ബാർസലോണ ഇന്നലെ റയൽ സോസിഡാഡുമായിട്ട് തോറ്റ് കഴിഞ്ഞപ്പം അവർക്ക് ആ ഒരു കുറച്ചൊരു ചെറിയൊരു സന്തോഷം ഉണ്ടായി കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം റയൽ സോസിഡാഡും അതുപോലെ തന്നെ ബാർസലോണയും തമ്മിലുള്ള മാച്ച് നോക്കുകയാണെങ്കിൽ, ആ ഒരു മാച്ചിൽ റയൽ സോസിഡാഡ് ജയിച്ചത് കൊണ്ട് തന്നെ ആ ഒരു മാച്ചിലെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് അവരുടെ ഗോൾ കീപ്പർ അലക്സ് റൊമേറോ, അതുപോലെ തന്നെ ഗോൾ പോസ്റ്റ്, ക്രോസ് ബാർ, പോള്, ഇതൊക്കെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ബാർസലോണയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ബാർസലോണ ഇന്നലെ ജയിക്കാൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ ജയിക്കാവുന്ന മാച്ചായിരുന്നു. ഇഷ്ടം പോലെ ചാൻസ് ബാർസലോണ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാർസലോണയുടെ XG നിങ്ങൾ നോക്കിയോ, ഓൾമോസ്റ്റ് 4 എന്ന് പറയാം, 3.7, ഓൾമോസ്റ്റ് 4 ആണ് XG. സ്കോർ ചെയ്ത ഗോള് 1. അപ്പോൾ അവർക്ക് കിട്ടിയ ചാൻസ് അവർ ഫിനിഷ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് പലരും പറയും നിർഭാഗ്യം ആണെന്ന് പറയും. അതല്ല, നിർഭാഗ്യമല്ല, കഴിവ് കേട്. ഫൈനൽ തേർഡിൽ ബാർസലോണ പ്ലെയേഴ്സിൻ്റെ കഴിവ് കേടാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എത്രയോ ചാൻസ് അവർക്ക് ആദ്യം മുതൽ തുടരെ കിട്ടുന്നുണ്ട്. ഓൾമോടെ ആ ഒരു ചാൻസൊക്കെ സിമ്പിൾ ഫിനിഷ് യമാൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ചാൻസ്. ഫെർമിൻ ലോപ്പസിൻ്റെ ചാൻസ് കിട്ടുന്നു, ഫെർമിൻ ലോപ്പസ് യമാലിൻ്റെ ചാൻസ്, യമാൽ ഓഫ് സൈഡ് ആകുന്നു. യമാൽ 2 പ്രാവശ്യമാണ് ഓഫ് സൈഡ് ആകുന്നത്. ഒന്ന് ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ശരിക്കും ആ ഒരു എന്നാ പറയുന്നത്, ബോക്സിനുള്ളിൽ യമാലിനെ ഫൗള് ചെയ്യുന്നുണ്ട്. ഫൗള് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പെനാൽറ്റി കിട്ടുന്നു. പെനാൽറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ യമാൽ അവിടെയും ഓഫ് സൈഡ്. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ ചാൻസുകൾ അവർക്ക് കിട്ടുന്നു. പെദ്രിയുടെ ചാൻസ്, ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ചാൻസ്, പക്ഷേ ഇവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു ചാൻസസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇവർ മിസ്സ് ചെയ്യുന്നത് കാണുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാർസലോണ ആരാധകരും ഏറ്റവും കൂടുതൽ ഇന്നലെ മിസ്സ് ചെയ്തത് റഫീഞ്ഞ ആയിരിക്കും എന്നെനിക്കറിയാം. പക്ഷേ റഫീഞ്ഞ എല്ലാ മത്സരത്തിലും നമുക്ക് റിലേ ചെയ്ത്, അല്ലെങ്കിൽ ബാർസലോണയ്ക്ക് റിലേ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം റഫീഞ്ഞയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, റഫീഞ്ഞ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ബാർസലോണയുടെ ഫോർവേഡ് ലൈനിൽ അത്രയ്ക്കും ലീത്തൽ, അല്ലെങ്കിൽ ആ ഒരു മാരക ഫിനിഷർ, അങ്ങനത്തെ ഒരു പ്ലെയർ ഇല്ല. ലെവൻഡോസ്കി അന്തകാലത്ത് മാരക ഫിനിഷറായിരുന്നു. പക്ഷേ ലെവൻഡോസ്കി പ്രായമാകുന്നു, ഓരോ വർഷം മുന്നോട്ട് ചെല്ലുന്നതിനനുസരിച്ച് പുള്ളിയുടെ ആ ഒരു എന്നാ പറയുന്നത്, പുള്ളിക്ക് പഴയ രീതി കളിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള കളിക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഫെറാൻ ടോറസിൻ്റെ ഫസ്റ്റ് ടച്ച് ഒന്ന് ബോൾ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കൺട്രോൾ ചെയ്യാൻ എത്ര ടച്ച് എടുത്തിട്ടാണ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രൈക്കറിനെ റിലേ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്നലെ ഡാനി ഓൾമോയെയും അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിനെ, 2 ക്രിയേറ്റേഴ്സിനെ, 2 നമ്പർ 10 ഒരുമിച്ച് കളിപ്പിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ മാച്ചിൻ്റെ തുടക്കം നോക്കുകയാണെങ്കിൽ, മാച്ചിൻ്റെ തുടക്കം മുതൽ റയൽ സോസിഡാഡ് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അവരുടെ ഡിഫൻസിൻ്റെ ബാക്കിൽ സ്പേസ് ഉണ്ട്, അവരുടെ ലൈൻസിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ, ആ ഒരു റൺസ് നടത്താൻ ആ ഒരു പേസി പ്ലെയറിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മാച്ചിൽ ഓൾമോയ്ക്ക് പകരം റാഷ്ഫോർഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട മാച്ചായിരുന്നു എന്ന് എനിക്ക് ആ ഒരു മാച്ച് കണ്ടപ്പം, അതുപോലെ തന്നെ റയൽ സോസിഡാഡിൻ്റെ അപ്രോച്ചൊക്കെ കണ്ടപ്പം എനിക്ക് പേഴ്സണലി തോന്നി. അപ്പം സബ്ബായിട്ട് റാഷ്ഫോർഡ് ഗോളൊക്കെ സ്കോർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്നലത്തെ മാച്ച് ശരിക്കും പറഞ്ഞാൽ ബാർസ ജയിക്കുകയായിരുന്നെങ്കിൽ ലമീൻ യമാലിനെയും പെദ്രിയെയും ഒക്കെ നമ്മൾ വാഴ്ത്തിപ്പാടിയാണ്. കാരണം ലമീൻ യമാൽ ഇന്നലത്തെ മാച്ചിൽ, ലമീൻ യമാലിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ്
9.1 അപ്പം 7 ചാൻസസ് ലമീൻ യമാൽ ക്രിയേറ്റ് ചെയ്യുന്നു, 3 ബിഗ് ചാൻസ്. അതുപോലെ ഡിഫെൻസീവ്ലി നോക്കിയാൽ 11 ഡ്യുവൽസ് വിന്ന് ചെയ്യുന്നു, അതുപോലെ തന്നെ 15 ഡ്രിബിൾസ് കംപ്ലീറ്റഡ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാച്ചിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറായി മാറുന്നുണ്ട് ലമീൻ യമാൽ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഇന്നലെ ലമീൻ യമാൽ പൂണ്ട് വിളയാടി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതലും ലമീൻ യമാലിൻ്റെ ഭാഗം കുറേയും കൂടെ ക്രൗഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ലമീൻ യമാലിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം അപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡ് വഴി ബാർസയുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതുവഴി അറ്റാക്ക് മര്യാദയ്ക്ക് വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പോസിഷൻ എപ്പോഴും റൈറ്റ് സൈഡിനെ കുറച്ച്, അല്ലെങ്കിൽ യമാലിൻ്റെ ഭാഗത്തിനെ കുറച്ചുകൂടെ ക്രൗഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആ ഒരു ഫ്രീഡം ഉണ്ട് ഓപ്പോസിഷന്. അപ്പം അതുകൊണ്ട് യമാൽ എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. റഫീഞ്ഞയും യമാലും ഒരുമിച്ച് കളിക്കുമ്പോഴാണ് ശരിക്കും യമാലിന് ആ ഒരു ഫ്രീഡം കുറച്ചുകൂടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആ ഒരു ഡിഫെൻഡ് ചെയ്യാൻ കുറേ കൂടെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ അറ്റാക്കിൻ്റെ കാര്യത്തിനെക്കുറിച്ച് പറയുമ്പം തന്നെ നമ്മൾ ബാർസയുടെ എടുത്തു പറയേണ്ട സാധനം ബാർസയുടെ ഡിഫെൻസീവ്ലി ബാർസയെ പൊളിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് ഈ സീസണിൽ പല ടീമുകളും കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ബാർസ കഴിഞ്ഞ സീസണിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓഫ് സൈഡ് ട്രാപ്പിൽ ഓപ്പോസിഷനെ കുരുക്കുന്ന ഒരു പരിപാടി ബാർസയ്ക്കുണ്ട്. അപ്പം ബാർസയുടെ ആ ഒരു പരിപാടി മാത്രമേ ബാർസയുടെ കയ്യിലുള്ളൂ, പോക്കറ്റിലുള്ളൂ. ആ ഓഫ് സൈഡ് ട്രാപ്പിനെ പൊളിച്ചു കഴിഞ്ഞാൽ ബാർസയുടെ ഡിഫൻസ് തീർന്നു, ഓപ്പണപ്പ് ആകുന്നു, തീർന്നു. അപ്പോൾ അതാണ് ശരിക്കും കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ടൊക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ബാർസലോണ ഗോളും കൂടെ സ്കോർ ചെയ്യാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാത്തിനും ഒരു തീരുമാനമായി. നമ്മൾ ഈ ഒരു ഡിഫെൻസീവ് ട്രാൻസിഷനിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഡിഫെൻസീവ് ട്രാൻസിഷൻ്റെ സമയത്ത് ബാർസലോണ മോശമാണ്. അപ്പോൾ ആ ഒരു ഡിഫെൻസീവ് ട്രാൻസിഷൻ, ഓപ്പോസിഷൻ ട്രാൻസിഷനിൽ ബാർസലോണയെ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കൂടുതലും ഈ ഫ്ലാങ്ങിനെ ടാർഗറ്റ് ചെയ്യും. അവരുടെ ഫുൾ ബാക്സ്, ബാർസലോണയുടെ ഫുൾ ബാക്സ് കുണ്ടെ, വാൾഡെ ഇവരെ ടാർഗറ്റ് ചെയ്ത് അതുവഴിയാണ് ആ ഒരു ലോങ് ബോൾ കളിച്ച് ബാർസലോണയുടെ ഡിഫൻസിനെ പൊളിച്ച് മുന്നോട്ട് ചെല്ലും, ക്രോസ് ബോക്സിലോട്ട് കൊടുക്കും, തീർന്നു. സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാർസയുടെ ഡിഫൻസ് എന്ന് പറയുന്നത്, ഡിഫൻസിനെ ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്തും വൻ മതിൽ ജോൻ ഗാർസിയ അവിടെ കാണും അവരെ സംരക്ഷിക്കാൻ വേണ്ടി. എസ്പാനിയോളിൻ്റെ മത്സരം, നിങ്ങൾ എസ്പാനിയോളാണെന്നാണ് എൻ്റെ ഓർമ്മ, അതെ, എസ്പാനിയോളിൻ്റെ മത്സരത്തിൽ നമുക്കറിയാം ബാർസലോണയുടെ ഡിഫൻസ് എത്ര പ്രാവശ്യം ഓപ്പൺ അപ്പായി. ആ സമയത്തൊക്കെ ജോൻ ഗാർസിയ എന്ന് പറയുന്ന ആ വൻമതിൽ ബാർസലോണയെ രക്ഷിക്കാനെത്തി. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ജോൻ ഗാർസിയയും കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാർസലോണ, ഒയസബാൽ, അതുപോലെ തന്നെ നമ്മുടെ ഗോൺസാലോ ഗേഡസ്, ഇവർ രണ്ടുപേരും ഗോൾ സ്കോർ ചെയ്തു. രണ്ടാമത്തെ ഗോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റാഷ്ഫോർഡ് തിരിച്ച് ഗോൾ അടിച്ച് 69-ാമത്തെ മിനിറ്റിൽ റാഷ്ഫോർഡ് ഗോൾ അടിച്ചെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ തിരിച്ച് ഗോൺസാലോ ഗേഡസ് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ആ ഒരു ബാർസലോണ റാഷ്ഫോർഡ് വഴി ഗോൾ സ്കോർ ചെയ്ത സമയം മുതൽ റയൽ സോസിഡാഡ് അവരുടെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നു, അവർ തെരെ അറ്റാക്ക് അവർ നടത്തുക. അപ്പോൾ ഈ രീതിയിൽ ബാർസലോണയ്ക്കെതിരെ അറ്റാക്ക് നടത്തുമ്പോൾ ബാർസലോണ ബുദ്ധിമുട്ടുന്നുണ്ട്, അവർ വിറയ്ക്കുന്നുണ്ട്, അവരുടെ ഡിഫൻസ് വിറയ്ക്കുന്നുണ്ട്. എന്താണേലും ആ ഡിഫൻസ് ലൈൻ അതുപോലെ തന്നെ അറ്റാക്കിൽ നല്ലൊരു സ്ട്രൈക്കർ ബാർസലോണയ്ക്ക് എന്താണേലും വേണം. ആ ഒരു ക്ലിനിക്കൽ ഗോൾ സ്കോറർ, ഇഷ്ടംപോലെ ചാൻസ് ബാർസലോണ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്കോർ ചെയ്യാൻ ആളില്ല. അതുപോലെ ഡിഫൻസിൽ കുബാർസി, എറിക് ഗാർസിയ, കുണ്ടെ, ബാൾഡെ, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 2 ഡിഫൻഡറിനെ ബാർസലോണ സൈൻ ചെയ്യണം. പക്ഷേ ബാർസലോണയുടെ ഫണ്ട്സും കാര്യങ്ങളും ഡെക്കോ, എനിക്കറിയത്തില്ല ബാർസലോണ എന്ത് ചെയ്യുമെന്ന്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പം ചാമ്പ്യൻസ് ലീഗിൽ സ്ലാവിയ പ്രാഹ എവേ മത്സരമാണുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റയൽ സോസിഡാഡിനേക്കാളും ഭയങ്കര ഹോസ്റ്റയിലും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മത്സരമായിരിക്കും ഈ ഒരു സ്ലാവിയ പ്രാഹയുടെ മത്സരം. ബാർസലോണ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്ന് നോക്കി കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസായിട്ട് ഇടുക.